ഇനി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എന്താ കാര്യം എന്നറിയാവോ? ഞാനാണെങ്കിൽ ആറ്റുനോറ്റൊരു താമര വളർത്തി. എൻ്റെ താമര സ്റ്റോറി ഇവിടെ തുടങ്ങുകയാണ്. അതായത് ഞാനൊരു ആറ്റുനോറ്റൊരു താമര വളർത്തിയിട്ട് എൻ്റെ താമരയാണെങ്കിൽ എവിടെ നിന്ന് കിട്ടിയാന്ന് ചോദിച്ചാൽ ഞാൻ ബുദ്ധ എന്ന് പറയുന്നൊരു സ്കൂളിൽ, ഒരു CBSE സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ്. അപ്പം എനിക്കാണെങ്കിൽ നല്ല തടിച്ചുരുണ്ട ഒരു ട്യൂബറാണ് കിട്ടിയത്. ട്യൂബർ അറിയാമല്ലോ, ഇങ്ങനെ വേര് പോകുന്ന ഒരു വൈറ്റ് കളറല്ല, എന്നിട്ട് അതിലിങ്ങനെ വേരുമൊക്കെ ഉണ്ട്. അപ്പം അതാണ് കിട്ടിയത്. അപ്പം ഞാനാണെങ്കിൽ അത് ഭയങ്കര വണ്ണമുള്ള, അതിൽ മുളയൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ കൂട്ടത്തിലുള്ള ജയന്തി ടീച്ചറിന് കൊടുത്തു. അങ്ങനെ ജയന്തി ടീച്ചർ അത് നട്ടുപിടിപ്പിച്ച് കുറച്ച് അധികം നാളൊന്നും എടുത്തില്ല കേട്ടോ. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോട്ടോ ഇട്ടു. സത്യം എൻ്റെ നെഞ്ച് തകർന്ന നിമിഷമായിരുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, അതൊരു സഹസ്രദളമായിരുന്നു. ഇങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് റിഗ്രറ്റ് അടിച്ച് ഞാൻ പണ്ടാരം അടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് ആ താമര ഇങ്ങനെ തിരികെത്താ, എൻ്റെ താമരയിൽ പിന്നെ മിസ് വരുമോ? മിസ് വരത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ താമര വളർത്തി, ആറ്റുനോറ്റ് വളർത്തി. ലാസ്റ്റ് എന്തായെന്നറിയോ? ഇവിടെ കുറേ പട്ടി, കുറേ കൊക്ക്, കുറേ കാക്ക, എല്ലാം കൂടെ ശല്യം. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഈ വെള്ളം ഒഴിച്ചിട്ടിട്ട് ഇതിനകത്ത് ഞാൻ കുറേ മീനെയും പിടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ മീനത്തിന് ഞാൻ കുറേ കൊക്കും കാക്കയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ട് വന്നു. നല്ല ഇലയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് പിടിച്ചു വന്നതാണ്. അപ്പോൾ ഈ പട്ടിയുടെയും കാക്കയുടെയും കൊക്കിൻ്റെയൊക്കെ ശല്യം കൊണ്ട് മൊത്തം ഇല ഇങ്ങനെ കടിച്ച് പറിച്ച് എല്ലാം കൊണ്ടുപോയി. ലാസ്റ്റ് പിന്നെ ഞാൻ ഇതെടുത്ത് ആ പോട്ട് നല്ല ക്ലീനാക്കി വീണ്ടും മണ്ണ് നിറച്ച് വളമൊക്കെ ഇട്ട് ആദ്യം തൊട്ട് സെറ്റാക്കി. പിന്നെ ഇതിങ്ങളുടെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഒരു വലയിട്ട് വളർത്തിയിട്ട് പണ്ടത്തെ അത്രയും ഒരു ആരോഗ്യമുള്ള ഇലയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ അതിൻ്റെ തലേന്നും എൻ്റെ മാമൻ്റെ മോളുമായിട്ട് എൻ്റെ വീട് മൊത്തം നോക്കിയിട്ടും ഈ മുട്ട ഞാൻ കണ്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ആ മുട്ട് കണ്ടു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡാണ്. ഞാനത് വിരിയാനായിട്ട് കാത്തിരിക്കുക. അങ്ങനെ ഇതാ ഞാൻ കാത്തിരുന്ന മുട്ട് ഇതാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് എൻ്റെ മുട്ട് വിരിയാറായി. ഇതൊരു ഭംഗിയായിരുന്നെന്ന് പറയും. കാണാൻ മുട്ടായിരുന്നു രക്ഷയില്ലാത്ത കേട്ടോ. വിരിഞ്ഞ പൂവിനെക്കാട്ടിലും കാണാൻ മുട്ടായിരുന്നു ഭംഗി. പിന്നെ നമ്മുടെ കുട്ടി വളരെ മിടുക്കനായതുകൊണ്ടേ അതങ്ങോട്ട് ചങ്ങെടുത്തു കേട്ടോ. അങ്ങനെ എൻ്റെ താമരപ്പൂവിൻ്റെ കഥ അതോ